ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം. നമ്മുടെ മക്കളിടാതെ മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഉടുപ്പുകൾ ഉണ്ടെങ്കിലേ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐറ്റം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഉടുപ്പിൻ്റെ മെറ്റീരിയൽ ക്രൈപ്പിൽ വെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നാശാവണ മെറ്റീരിയലല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഉടുപ്പിൻ്റെ താഴത്തെ തുണി കുറച്ചധികം ഉണ്ട് കേട്ടോ, ഞെറിവ് വന്നിട്ടുള്ള കാരണം. അപ്പോൾ ഇതുപോലെ ഞെറിവിട്ടിട്ടുള്ള ഉടുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിൽ തുണി നമുക്ക് തയ്ച്ചെടുത്താൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ അഴിച്ചെടുക്കല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉടുപ്പിൻ്റെ മേൽഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് താഴത്തെ ഭാഗം മാത്രമാണ് കേട്ടോ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ കേട്ടോ, നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കണ സമയത്തെ. അപ്പം ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ടാണ്, സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം അത് കാരണം ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഏറ്റവും വേണ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സഹകരിക്കാം കേട്ടോ. ഉടുപ്പിൻ്റെ മേൽഭാഗം വെട്ടാനായിട്ട് ഈ ഒരു കത്രികയായിട്ട് ഞാൻ ചില്ലറ യുദ്ധമല്ല കേട്ടോ നടത്തണത്. ഇതിൻ്റെ മൂർച്ച നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കത്രിക ആയാലും നമ്മുടെ ഈ ഒരു തയ്ക്കണ മെഷീനെ ഒരു 18 വർഷം മുപ്പാടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തയ്യൽ പഠിച്ചപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗമൊക്കെ കുറഞ്ഞ കാരണേ ഇടയ്ക്കും തലയ്ക്കലുള്ളൂ കേട്ടോ ഈ ഒരു മെഷീനിൽ തയ്ക്കൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മെഷീനിലാണ് കേട്ടോ ഇത് തയ്ച്ചെടുക്കാനൊക്കെ പോണത്. മേൽഭാഗം നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള ഞെരിട്ട ഭാഗത്തെ തുണിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ആ ഞെരിട്ട ഭാഗം മൊത്തമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇട്ടിട്ടുള്ള ആ ഒരു തുണീനെ നടുഭാഗം നമുക്ക് ഇതേപോലെ നേരെ അപ്പുറത്തെ സൈഡ് ഭാഗത്തേക്ക് ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തുണീനെ ഇപ്പം 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ 4 പീസായിട്ടാണ് കേട്ടോ തുണി വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഓപ്പൺ അല്ലാതെ മടക്ക് ഭാഗമായിട്ടാണ് കേട്ടോ ഇരിക്കുക. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പഴയ ഉടുപ്പിൻ്റെ ഈ ഒരു തുണി വെച്ചിട്ടേ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോണത് നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിലിടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള പാൻറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കീറില്ല കേട്ടോ, കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ മക്കളുടെ ഏതെങ്കിലും പഴയ ഒരു പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ എത്രയാണോ ഇറക്ക് വരണതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇറക്കിൽ തന്നെ കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു തുണിയിലേ മാർക്ക് ചെയ്തിട്ട് കാണിക്കാനായിട്ടേ കയ്യിൽ ചോക്കില്ലാത്ത കാരണം ഞാൻ മാർക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. നേരിട്ടിട്ട് ഈ ഒരു പാൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പോണത്. ഫോണ് കയ്യിൽ വെച്ചിട്ടേ വീഡിയോ എടുക്കുന്ന കാരണം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഞാനിതേ നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പിനൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരച്ചില്ലെങ്കിലും നമുക്ക് ആ ഒരു പാൻറ്റ് മേൽഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അളവിനായിട്ട് എടുത്തിട്ടുള്ള പാൻറ്റിൻ്റെ മേൽഭാഗത്തെ എലാസ്റ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ തയ്ച്ചെടുക്കാൻ പോണതിന് എലാസ്റ്റിക് ഇല്ലാത്ത കാരണം നമ്മുടെ ആ ഒരു ഉടുപ്പിൻ്റെ അടിയിലെ ലൈനിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പീസ് തുണി നമ്മൾ വള്ളിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് അതിൻ്റെ മേൽഭാഗം കുറച്ചും കൂടി ലൂസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ തയ്ച്ചിട്ടൊക്കെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. എന്നാലും നമ്മുടെ പവർ മെഷീൻ്റെ തയ്ക്കണ ആ ഒരു എളുപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ മോട്ടർ ഇല്ലാത്ത കാരണം കാല് വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് നാൾ തയ്ക്കാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു സാധാരണ മെഷീൻ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞൊരു സൗണ്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മെഷീനെ. അപ്പം നമ്മുടെ ഇതിൻ്റെ മേൽഭാഗം ഞാൻ തയ്ച്ചെടുക്കാനാണ് കേട്ടോ പോണത്. മേൽഭാഗത്ത് നമ്മുടെ സൈഡുകളാണ് ആദ്യം കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ലൂസ് പാൻറ്റ് തയ്ക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. കുറച്ച് നേരം മതി കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഞാൻ ഓരോ തവണയാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ കാണിയിട്ടിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇതിൻ്റെ വലിയ കാണിക്കാണെന്നുണ്ടെങ്കിൽ 2 വട്ടെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സൈഡ് ഭാഗം പെട്ടെന്ന് തന്നെ കീറി വരെ നമ്മൾ ഇടുന്ന സമയത്തേ. അപ്പം നമ്മൾ ചെറിയ കാണിയിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗം തയ്ച്ചതിൻ്റെ ശേഷം നമുക്ക് മേൽഭാഗം ഉണ്ടല്ലോ എലാസ്റ്റിക്കൊക്കെ ഇടുന്ന ഭാഗം, ആ ഒരു ഭാഗം നമുക്ക് മടക്കി തയ്ക്കണം. അപ്പം ഞാൻ വള്ളി ഇടാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് നൂല് നിൽക്കുന്നുണ്ട്. ആ ഒരു നൂല് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്തേ ഇതുപോലെ നൂലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ തയ്യൽ പഠിക്കുന്ന സമയത്തേ ആദ്യം തയ്ക്കാനൊക്കെ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും തയ്ക്കുമ്പോൾ കയ്യോടെ ആ ഒരു നൂല് ബാക്കി നിൽക്കുന്നുണ്ടാവുമല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ തയ്ക്കുന്നതൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയോടെ ചെയ്യുകയാണെങ്കിൽ അത് തയ്ച്ചത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയും.
നമ്മുടെ പാൻറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളും മേൽഭാഗവും ഞാൻ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഞാൻ ചെറിയതായിട്ടൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് ഇതേപോലെ മേൽഭാഗത്തു കൂടെ പാൻറ്റിൻ്റെ ഒരു കാലിൻ്റെ അവിടെ നിന്ന് കേട്ടോ താഴ്ഭാഗത്തു നിന്ന് തയ്ച്ചിട്ട് ഇപ്പുറത്തെ കാലിൻ്റെ ഭാഗത്തേക്കും കൂടി നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു മെഷീനിലുണ്ടല്ലോ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തയ്ച്ചെടുത്തിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കണതിൻ്റെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് നീങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൻറ്റ് തയ്ച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലൂസ് പാൻറ്റ് നമ്മുടെ മക്കൾക്കുള്ളത് ഇതുപോലെ ഇടാത്ത ഉടുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ തന്നെ വേണമെന്നില്ല കേട്ടോ. കോട്ടൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ ഒരു ചൂട് സമയത്തെ ഇതുപോലെയുള്ള ലൂസായിട്ടുള്ള പാൻറ്റായിരിക്കും കേട്ടോ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഉടുപ്പ് അത്യാവശ്യം വലുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള വലിയ സൈസിലുള്ള പാൻറ്റും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ചെറിയ ഉടുപ്പായ കാരണമാണ് ഇതുപോലെ മക്കൾക്ക് പറ്റിയിട്ടുള്ളത് തയ്ച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ മുന്നേ അളവിന് വെച്ചിട്ടുള്ള പാൻറ്റും നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ള പാൻറ്റും കണ്ടില്ലേ, കറക്റ്റ് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ മേൽഭാഗത്തുള്ള ലൂസിനെ നമുക്ക് വള്ളി വെച്ചിട്ട് ഒന്ന് കെട്ടി ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. മക്കളുടെ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഉടുപ്പുകളൊക്കെ വെച്ചിട്ടേ ഇതുപോലെ നല്ല നല്ല ഐറ്റങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.